ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ അവിനാഷ്, This is Ashish. ഇത് ഭരത്. നമ്മൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇത് ഭരത്. അപ്പോൾ നമ്മളിന്ന് വേറൊരു വീഡിയോ ട്രെയിലർ റിയാക്ഷൻ ആയിട്ട് വന്നേക്കുന്നത്. സിനിമയുടെ പേരെന്താ? ഗാട്ടി. ഗാട്ടി ഒഫീഷ്യൽ ട്രെയിലർ. തമിഴാണ്. ട്രോളും എല്ലാവരും കൂടെ ഗാട്ടി. അനുഷ്ക ഷെട്ടി ഗാട്ടി അല്ലല്ല, എനിവേ അനുഷ്ക ഷെട്ടിയുടെ ഗാട്ടി. അപ്പൊ അനുഷ്ക ഷെട്ടിയുടെ ഗാട്ടി എന്ന് പറഞ്ഞ മൂവി തമിഴ് ട്രെയിലറാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. സ്റ്റാറിംഗ് അനുഷ്ക ഷെട്ടി ആൻഡ് വിക്രം പ്രഭു. വിക്രം പ്രഭു ആരെന്ന് മനസ്സിലായോ? നമ്മുടെ പ്രഭു അല്ലേ, ആക്ടർ, തമിഴ്. മുപ്പറുടെ മോൻ വെച്ച് കഴിഞ്ഞാല് മുപ്പറുടെ മോന് അല്ല, നോട്ട് ദാറ്റ് പ്രഭു. ഐ വിൽ സേ വിച്ച് പ്രഭു. മറ്റേ പുലിക്കകത്തൊക്കെ വന്ന പുലിക്കകത്തൊരു കയ്യില്ലാത്ത ആളെ മറ്റേ വിജയനെ എടുത്ത് വളർത്തുന്നതായിട്ടൊക്കെ ആ പുള്ളിക്കാരാണ് പ്രഭു. തടിച്ചിട്ട് എടാ മലയാളി മണ്ണ് മലയാളി സോ പുള്ളിയുടെ മോന്റെ കുറെ സിനിമകളില്ലേ, ഒരു പോലീസൊക്കെ ആയിട്ട്? ഉണ്ട്, ഒരുപാടുണ്ട്. പൊന്നിയിൻ സെൽവനകത്ത് രണ്ടുപേരും ഉണ്ട്, അച്ഛനും മോനും അഭിനയിച്ചിട്ടുണ്ട്. Presented by UV Creations. Okay, so we'll start with it's a Tamil trailer. By the way, this one is a Telugu or Kannada movie. I think Telugu, right? So let's start with the reaction then. இந்த காட்டுல காட்டிங்க இருக்காங்க. பிரிட்டிஷ் காலத்துல மலைய பொளந்து அவங்க ரத்தத்திலே ரோடு போட்டவங்க. இப்போ கஞ்சாவை முதுகுல தூக்கிட்டு போற கழுதைங்க. இந்த மலைகள்ல இவங்க கால்படாத இடமே இல்ல. நீங்களும் சீக்கிரமா கல்யாணம் பண்ணுங்கடா. ஊர்ல கல்யாணம்னாலே உங்க கல்யாணம் ஃபீல் வருது. கல்யாணம் எப்ப டார்லிங்? அதுக்கு தான் வெயிட்டிங். ஈஸ்டர்ன் காட்ஸ்ல ஒரு மலையோட நிழல் இன்னொரு மலை மேல விழுது. அந்த நிழல்ல சீலாவதி வளருது. பிளாக் கோல்ட் மைன். காட்டுங்களுக்கு சரக்க வளர்க்கறது சுமக்கிறது தெரிஞ்சா போதும். பிசினஸ் உங்க போறப்புக்கே செட் ஆகாது. காட்டிங்க நான் கதி இல்லாதவங்க இல்ல. பம்புன்னு வந்துட்டா குறவளைய கடிச்சு துப்பி சமாதி கட்டிடுவோம். இது ஹை THC கஞ்சா. லிக்விட் ஃபார்ம்ல ஈஸியா டிரான்ஸ்போர்ட் பண்ண முடியும் அண்ட் இன்னும் ஈஸியா டிஸ்ட்ரிபியூட் செய்ய முடியும். கஞ்சா சுமக்காம நாமெல்லாம் எப்படி வாழறது? 10 பேரோட வாழ்க்கை நாசம் பண்ற வாழ்க்கை ஒரு வாழ்க்கையா? காடு காட்டிங்களோடது, வரப்போற சந்ததியோடது. அவங்க உரிமைய அவங்களுக்கு தருவோம். குறுக்க வரவங்க ரத்தத்தால காட்ட கழுவுவோம். മറ്റേത് ഒരു കഴുത്ത റൂത്ത്ലെസ് ക്യാരക്ടർ പോലെ അല്ലേ അവർക്ക്? മൂന്നും ചേർന്നതാണ് ഗാട്ടി. മൂന്നോ? വിക്ടിം, ക്രിമിനൽ ആൻഡ് ലെജൻഡ്. എനിക്കറിയില്ല ഗാട്ടിയുടെ മീനിങ് വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇത് തെലുഗുല്, ഹിന്ദി, തമിഴ്, മലയാളം ആൻഡ് കന്നഡ. അതുവരെ മലയാളം ട്രെയിലർ നമുക്ക് കിട്ടിയില്ല. നമുക്ക് എനിക്കൊന്ന് എല്ലാ ട്രെയിലറിന്റെയും ഇറങ്ങി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ മലയാളം ഇറക്കത്തുള്ളൂ. സെപ്റ്റംബർ 5 തിയേറ്റേഴ്സ്. പക്ഷെ അനുഷ്ക ഷെട്ടി ലാസ്റ്റ് ഇറങ്ങിയ പടം ബാഹുബലി. അയാള് ബാഹുബലി എന്റെ ഭാഗമതി എന്ന് പറഞ്ഞൊരു പടം. ബാഗമതി ഒരു ഐ തിങ്ക് ഹൊറർ മൂവി. അത് ഹൊറർ മൂവി. അതാണ് ജയറാം ഒക്കെ ഉള്ളതല്ലേ? അതെ, ജയറാം ഒക്കെ ഉള്ള. അത് കഴിഞ്ഞിട്ട് പക്ഷെ വില്ലൻ ക്യാരക്ടർ കുറച്ച് ഇതാ, അറിയില്ല. എവറിത്തിങ് ഈസ് ലൈക്ക് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എവറിത്തിങ് ഈസ് അൺനോൺ അണ്ടിൽ ദ മൂവി ഈസ് റിലീസ്ഡ്. നമുക്ക് എന്തൊരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിലും നമുക്ക് ലൊക്കേഷന്റെ എന്തെങ്കിലും നമുക്ക് പോയാലേ എവിടെയൊക്കെയോ വെയിറ്റിംഗ് ഫോർ ഓഗസ്റ്റ് 14. ഐ തിങ്ക് കുറച്ചും കൂടെ ഉണ്ടല്ലേ? നോ, ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞു.
ഓക്കെ. സോ അതായിരുന്നു അതിൻ്റെ ട്രെയിലർ. വേറെ നമുക്ക് വേറെ ഏതെങ്കിലും മൂവിയിലെ റിയാക്ഷനോ ട്രെയിലർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് സെക്ഷൻ. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ഗോണ ബി എ ഗുഡ് മൂവി. കാരണം ഇതിന്റെ ഒരു ട്രെയിലർ ടീസർ നമ്മൾ കഴിഞ്ഞ ടീസറാ അവള് ഒറ്റയ്ക്ക് ഒരാളെ കഴുത്തറത്തിട്ട് ഇങ്ങനെ നടന്നു വരുന്ന കൈ ഫുൾ ബ്ലഡ് ഒക്കെ ആയിട്ടാ. നീ അത് കണ്ടിരുന്നോ? ഐ തിങ്ക് ഒരു ടീസർ ഇറങ്ങിയായിരുന്നു. പണ്ട് ഇറങ്ങിയതല്ല അത് ഒരുപാട്. എനിക്കൊന്നും ഐ തിങ്ക് ഓൾമോസ്റ്റ് 1 year ആയോ. ഓൾമോസ്റ്റ്. എനിവേ അപ്പോൾ September 5 അല്ലേ നെക്സ്റ്റ് മന്ത്. സോ ആ സമയം നമ്മൾ കാണാം. ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലും ട്രെയിലറായിട്ട് ഇറങ്ങാൻ സാധ്യതയില്ലല്ലേ. മേ ബി എന്തെങ്കിലും സോങ്സ് ഒക്കെ എൻ്റെ ആയിട്ട് ഇറങ്ങും എന്തെങ്കിലും. ഓക്കെ. സോ നമ്മൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റ കൊടുക്കാം. പിന്നെ അതിൽ കയറിക്കും. അതിലും നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി ഫ്യൂച്ചറിൽ നമ്മളിപ്പോൾ എന്താ പറയുക റിയൽ റിയാക്ഷൻ ഒക്കെ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. കുറെ റീൽസ് ഇങ്ങനെ കുറെ പേര് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ഒക്കെ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അതും റിയാക്ഷൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ യൂട്യൂബ് വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ മൂവി റിയാക്ഷൻസ് മോസ്റ്റ്ലി. And on Instagram we will be reacting to mostly reels and viral contents. പക്ഷെ നമ്മള് ഒന്നും നെഗറ്റീവ് ആയിട്ടല്ല, നമുക്ക് കിട്ടുന്ന റീൽസിന് നമ്മൾ നമ്മുടെ ഒരു റാൻഡം റിയാക്ഷൻ ആയിരിക്കും. ഏതൊരു മനുഷ്യൻ കാണുമ്പോൾ റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ റിയാക്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മൾ അതിനകത്ത് കുറ്റം കണ്ടുപിടിച്ച് പറയാനൊന്നും പോകുന്നില്ല. നമുക്ക് മൈൻഡിൽ തോന്നുന്ന കാര്യം നമ്മൾ പറയും. ചിലപ്പോൾ അത് വിവാദമായി കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. നമ്മുടെ വികാരങ്ങൾ സോഷ്യൽ മീഡിയ അതിലാണല്ലോ. അതാ പറയാം, നമ്മളെല്ലാം റിയാക്ഷൻ എന്തായാലും കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ സബ്സ്ക്രൈബ് അല്ല ഷേവ് സബ്സ്ക്രൈബ് ചെയ്ത്. ഓക്കെ ബൈ. ലൈക്ക് ഹിറ്റ് ദ ബെൽ ഐക്കൺ. അത് പറഞ്ഞില്ല. ബൈ.